സ്റ്റോറേജ് ക്ലാസ് ഇൻ സി. അപ്പോൾ സി പ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറേജ് ക്ലാസ്സുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്റ്റോറേജ് ക്ലാസ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത് ഇസ് ഡിഫൈൻ ദ സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് വേരിയബിൾസ് ഓർ ദ ഫങ്ഷൻസ് വിത്തിൻ എ സി പ്രോഗ്രാം. അപ്പോൾ ഒരു സി പ്രോഗ്രാമിൻ്റെ വേരിയബിൾസോ അല്ലെങ്കിൽ ഫങ്ഷൻസ് എല്ലാം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ അത് എത്ര കാലം അവിടെ നിലനിൽക്കും, ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ആ പ്രോഗ്രാമിൽ എത്ര നേരം നമ്മൾ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്റ്റോറേജ് ക്ലാസ്സിനകത്താണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റോറേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് പലതരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ടാവും. ഓക്കെ, ചിലത് പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടാവും, ചിലത് ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതി നമുക്ക് ആ ഒരു ഫങ്ഷൻ്റെ എക്സിക്യൂഷൻ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ആ വേരിയബിൾ ഉപയോഗിക്കുന്നുള്ളൂ, ആ ഒരു സമയത്ത് മാത്രം ആ സ്റ്റോറേജ് ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ സ്റ്റോറേജ് ക്ലാസ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇല്ല, എനിക്ക് ഈ ത്രൂ ഔട്ട് ഈ പ്രോഗ്രാമിനകത്തും എനിക്ക് ആ വേരിയബിളുടെ ആവശ്യമുണ്ട് എന്നുള്ള സമയത്തെല്ലാം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോറേജ് ക്ലാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ ഡിവൈഡിങ് ഇൻ ടു സ്റ്റോറേജ് ക്ലാസ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഫ്യൂ എസെൻഷ്യൽ ടേംസ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. ഫസ്റ്റ്, സ്കോപ്പ്. അപ്പോൾ സ്കോപ്പിൽ എന്താണെന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് വേർ ദ വേരിയബിൾ ഈസ് ആക്സസിബിൾ. അപ്പോൾ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾ എവിടെയാണ് ആക്സസിബിൾ എന്നുള്ളത് സ്കോപ്പിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ എ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫംഗ്ഷനകത്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ ആ ഇൻഡ് എ എന്നുള്ളത് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫംഗ്ഷന് മുൻപായിരിക്കും ഞാൻ ഡിക്ലെയർ ചെയ്യുക. ഇങ്ങനെയുള്ള സമയത്ത് അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറഞ്ഞ സാധനം എവിടെയാണ് ഉള്ളതെന്നുള്ളതുണ്ടല്ലോ, അത് ഡിഫൈൻ ചെയ്യുന്നത് ഈ സ്കോപ്പിനകത്താണ്. ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓർ റീജിയൻ വേർ ദ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ്. ഓക്കെ, ഇത് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോക്കൽ സ്കോപ്പ്, പിന്നൊന്ന് ഗ്ലോബൽ സ്കോപ്പ്. ഓക്കെ, ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് അകത്ത് മാത്രം നടക്കുന്ന കാര്യമാണ് നമ്മൾ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുക. ആ ഒരു വേരിയബിൾ, അതായത് ഞാൻ എല്ലാ വേരിയബിളിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെയോ അകത്താണെന്ന് സേവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, അതിന് ഞാൻ ലോക്കൽ സ്കോപ്പ് എന്നാണ് പറയുക. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് അവൈലബിൾ ത്രൂ ഔട്ട് ദ ഫയൽ ഓർ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ആ ഒരു വേരിയബിൾ അവൈലബിൾ ആണെന്ന് വിചാരിക്കാം, അതിന് നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് സ്റ്റോറേജ്. ഇനി നമുക്ക് സ്റ്റോറേജിലോട്ട് കിടക്കാം. സോ റെഫേഴ്സ് ടു വേർ ദ മെമ്മറി ദ വേരിയബിൾ ഈസ് സ്റ്റോർഡ്. ഓക്കെ, ഇതാണ് എക്സാക്ട്ലി ആ ഒരു വേരിയബിൾ ഞാൻ ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് എ എന്നുള്ളൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മെമ്മറി എവിടെ കിടക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറേജിലായിരിക്കും പറയാം. അതിന് ഏത് രീതിയിലുള്ള മെമ്മറിയാണ് ആവശ്യം. അപ്പോൾ പ്രോഗ്രാം ഡിപ്പെൻസ് അപ്പോൺ ദി പ്രോഗ്രാം, ഇതിൻ്റെ മെമ്മറിയുടെ ആ ഒരു യൂസേജും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. സോ സ്റ്റാക്ക് എന്ന് പറയുന്നതാണ് ആദ്യത്തേത്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ടെമ്പററി മെമ്മറി ഫോർ ലോക്കൽ വേരിയബിൾസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം ആവശ്യമുള്ള ഒരു മെമ്മറിയാണ് ഈ സ്റ്റാക്ക് കേട്ടോ. ഹീപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി, അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ആ സമയത്ത് അത് അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മെമ്മറിയെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഹീപ്പ് എന്ന് പറയും. ദെൻ ഡാറ്റ സെഗ്മെൻറ്റ്. ഓക്കെ, ഡാറ്റ സെഗ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഫോർ സ്റ്റാറ്റിക് ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ സെഗ്മെൻറ്റുകൾ യൂസ് ചെയ്യുക. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു ഫിക്സ് ചെയ്യുകയാണ്, ഇത് ഈ ഒരു മെമ്മറി അല്ലെങ്കിൽ ഈ ഒരു വേരിയബിൾ ഈ ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യില്ലേ, ആ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾസ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഡാറ്റ സെഗ്മെൻറ്റിനകത്താണ്. ദെൻ നെക്സ്റ്റ് ഈസ് CPU രജിസ്റ്റർ. CPU രജിസ്റ്റർ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെരി ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടാനൊക്കെ നമ്മൾ CPU രജിസ്റ്റേഴ്സിലാണ് നമ്മൾ ഈ വേരിയബിളെ കൊണ്ട് സ്റ്റോർ ചെയ്യുക. പക്ഷേ ഇതിനെന്താണെന്ന് വെച്ചാൽ ഇതൊരു വെരി സ്മോൾ സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് ടൈം. ലൈഫ് ടൈം എന്ന് പറയുന്നത് എത്ര നേരം ആ വേരിയബിൾ ആ മെമ്മറിക്കകത്ത് പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ലൈഫ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമുക്ക് ടെമ്പററി ഉണ്ട്, പെർസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ടെമ്പററി എന്ന് പറയുന്നത് ജസ്റ്റ് റിമൂവ്ഡ് ആഫ്റ്റർ ഫംഗ്ഷൻ ബ്ലോക്ക് എക്സിക്യൂഷൻ. ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് ആ ഒരു സ്പേസ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ലൈഫ് ടൈം അത് അവിടെ ക്ലോസ് ചെയ്തു. പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് എക്സിസ്റ്റ് ഫോർ ദ പ്രോഗ്രാംസ് എൻഡർ എക്സിക്യൂഷൻസ്, അതായത് ആ പ്രോഗ്രാം തീരുന്നത് വരയ്ക്കും ആ ഒരു കാര്യം അത് അവിടെ തന്നെ നിന്നോളും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലൈഫ് ടൈം. ഇനി സ്റ്റോറേജ് ക്ലാസ്സസിലോട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ എന്താണ് കാര്യങ്ങൾ, വേരിയബിളുടെ എന്തിനാണ് നമ്മൾ വേരിയബിൾ, അപ്പോൾ നമുക്ക് വേരിയബിളിൽ എവിടെയാണ് മെമ്മറി ആവശ്യമുള്ളത് എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ. ഇത് നമുക്ക് പ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ് ഈ സ്റ്റോറേജ് ക്ലാസ്സസ് ഇൻ സി എന്നുള്ളത്. അപ്പോൾ സി പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും
4 മെയിൻ സ്റ്റോറേജ് ക്ലാസ്സുകളുണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഓട്ടോ. ഓക്കെ, ദെൻ എക്സ്റ്റേൺ, സ്റ്റാറ്റിക് ആൻഡ് രജിസ്റ്റർ. അപ്പോൾ ഇവരൊക്കെയാണ് സ്റ്റോറേജ് ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറേജ് ക്ലാസ്സുകളാണ് നമ്മുടെ വേരിയബിൾ സ്കോപ്പും ലൈഫ് ടൈം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റോറേജ് ലൊക്കേഷൻ ആൻഡ് ഡിഫോൾട്ട് ഇനീഷ്യലൈസേഷൻ അങ്ങനത്തെ പരിപാടികളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇവരാണ്, ഈ സ്റ്റോറേജ് ക്ലാസ്സുകളാണ്. അപ്പോൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് എത്ര നേരം ആ ഒരു വേരിയബിൾ ആ പ്രോഗ്രാമിൽ വേണം, അത് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റോറേജ് ലൊക്കേഷനിലാണ് ഇരിക്കേണ്ടത് എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഇവരാണ്. ഓക്കെ, അപ്പോൾ ഈ 4 പേരുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഞാനൊരു ടേബിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ടേബിളിൽ നിന്ന് തന്നെ നമുക്കെടുത്ത് തിയറി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകണേ. ഫസ്റ്റ് സ്റ്റോറേജ് ക്ലാസ് നമുക്ക് ഓട്ടോമാറ്റിക് എന്നുള്ള സ്റ്റോറേജ് ക്ലാസ് ആണ്. സോ കീവേഡ് നമുക്ക് ഓട്ടോ എന്നാണ് അതിനകത്ത് യൂസ് ചെയ്യുക. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള സ്കോപ്പ് ഉണ്ട്, ഒന്ന് ലോക്കൽ ഉണ്ട്, ഗ്ലോബൽ ഉണ്ട്. അപ്പോൾ ഇത് ലോക്കൽ സ്കോപ്പാണ്. പിന്നെ ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് വരയ്ക്കുള്ളതേ ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി മെമ്മറി ലൊക്കേഷൻ ഇത് സ്റ്റാക്കിലാണ്. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ദെൻ ഡിഫോൾട്ടായിട്ട് ഗാർബേജ് വാല്യൂ ആണ്, അതായത് കമ്പ്യൂട്ടർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിട്ടായിരിക്കും അത് ഡിഫോൾട്ടായിട്ട് അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ദെൻ സ്റ്റോറേജ് ക്ലാസ് എക്സ്റ്റേണലിനെ കുറിച്ച് പറയാം. ഇതും കീവേഡ് നോക്കി അതേ പേരിൻ്റെ എക്സ്റ്റേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീവേഡ് ഈസി അല്ലേ പഠിക്കാൻ കീവേഡ്. ദെൻ സ്കോപ്പ് എന്ന് പറയുന്നത് ഗ്ലോബലാണ്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് പ്രോഗ്രാമിനകത്ത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആ ഒരു വേരിയബിളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ലൈഫ് ടൈം എന്ന് പറയുന്നത് എൻറ്റയർ പ്രോഗ്രാമാണ്. അപ്പോൾ എൻറ്റയർ പ്രോഗ്രാം വരയ്ക്കും അത് അവിടെ നിലനിൽക്കും, എക്സ്റ്റേണലിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾസ്. ഇനി മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡാറ്റ സെഗ്മെൻ്റ് ആണ് ഇവിടെ മെമ്മറി ലൊക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. ദെൻ ഡിഫോൾട്ട് വാല്യൂ ഇവിടെ ഇനീഷ്യലൈസേഷൻ തന്നെ 0 ആയിട്ടാണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് 0 ആയിരിക്കും. ദെൻ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, പെർമനൻ്റ് ആയിട്ടാണ്. അത് ലോക്കലിലും അല്ലെങ്കിൽ ഗ്ലോബലിലും ആയിട്ട് തന്നെ ഉണ്ടാവും. എൻറ്റയർ പ്രോഗ്രാമിലും അത് നമുക്ക് കാണാൻ പറ്റും ലൈഫ് ടൈം എന്ന് പറയുന്നത്. ദെൻ മെമ്മറി ലൊക്കേഷൻ സെയിം ഡാറ്റ സെഗ്മെൻറ്റ് തന്നെയാണ്, ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. ദെൻ രജിസ്റ്റർ അത് തന്നെയാണ് അതിൻ്റെ കീവേഡ്, രജിസ്റ്റർ തന്നെയാണ്. ദെൻ സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കലാണ്. ലൈഫ് ടൈം എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓർ ബ്ലോക്കിനകത്ത് മാത്രമാണ് നമ്മൾ ഈ രജിസ്റ്റർ കാണുക. ദെൻ ഇത് CPU രജിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റാക്കിലാണ് ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഗാർബേജ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായി പഠിക്കാം. അതിനുശേഷം ഇത് ഓരോരെണ്ണത്തിനും ഓരോ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എസ്സേക്കുള്ള കണ്ടൻറ്റായി കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ ടോപ്പിക് നമുക്ക് ഓട്ടോ. അപ്പോൾ ഓട്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിഫോൾട്ട് സ്റ്റോറേജ് ക്ലാസ് ഫോർ ലോക്കൽ വേരിയബിൾസ്. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കോപ്പ് എന്താണ്, ഇതിൻ്റെ ലോക്കലാണ്. അപ്പോൾ ഇതെന്തിനാണ്, ഇത് ഓൺലി ഫോർ ലോക്കൽ വേരിയബിൾസിന് വേണ്ടിയിട്ടാണ് ഉള്ള ഒരു സ്റ്റോറേജ് ക്ലാസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എക്സിസ്റ്റ് ഓൺലി ഡ്യൂറിങ് ദ ഫംഗ്ഷൻ എക്സിക്യൂഷൻ. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ സമയത്ത് മാത്രമാണ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സ്റ്റോർഡ് ഇൻ ദ സ്റ്റാക്ക്, അതാണ് ഞാൻ ആ ടേബിളിൽ നോക്കിയത്. മെമ്മറി ലൊക്കേഷൻ എവിടെയാണ്, സ്റ്റാക്കിനകത്താണ്. സോ ഇത് ഒരു സ്റ്റാക്കിനകത്താണ് സ്റ്റോർ ചെയ്യുക. നോട്ട് ആക്സസിബിൾ ഔട്ട്സൈഡ് ദ ബ്ലോക്ക്, കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ഫംഗ്ഷനകത്ത് മാത്രം ഉള്ളതാണ്, അതുകൊണ്ട് ആ ബ്ലോക്കിൻ്റെ പുറത്ത് ഇത് അവൈലബിൾ അല്ല. ഓക്കെ, ദെൻ ഇനീഷ്യലൈസ്ഡ് വിത്ത് എ ഗാർബേജ് വാല്യൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗാർബേജ് വാല്യൂയോട് കൂടിയിട്ടാണ് ഈ ഓട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ ഇതേപോലെ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പ്രോഗ്രാം ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കറിയാം നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു, ഒരു ഫംഗ്ഷൻ്റെ അകത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വോയിഡ് മെയിൻ അങ്ങ് ഓപ്പൺ ചെയ്യുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ആ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കീവേഡ് എന്താ, ഓട്ടോ എന്ന് വേണം. നമ്മൾ സാധാരണ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് എഴുതുന്നത് പകരം അതേ തന്നെയാണ് ഈ ഓട്ടോ എന്നുള്ള കീവേഡ് കൂടി നമ്മൾ കൊടുക്കുക. ഓക്കെ, ഈ ഓട്ടോ കൊടുത്തില്ലെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ ഇൻഡെക്സ് എന്ന് മാത്രമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ ഇൻറ്റ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുക്കുക, പ്രിന്റ് ഓഫ് എക്സ്. ഇത്രയും പ്രോഗ്രാം എഴുതിയാൽ മതി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഓട്ടോ നമ്മൾ പഠിച്ചു. ഇതേപോലെ തന്നെയാണ് എക്സ്റ്റേൺ. അപ്പോൾ എക്സ്റ്റേൺ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ഗ്ലോബൽ വേരിയബിളിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇത് സ്റ്റോർ ചെയ്തത് ഡാറ്റ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ലൈഫ് ടൈം എന്ന് പറയുന്നത് എൻറ്റയർ പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ്. ഇത് മൾട്ടി ഫയൽ പ്രോഗ്രാംസിനാണ് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. ദെൻ എക്സ്റ്റേൺ ഇൻറ്റ് കൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിനെ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, ഗ്ലോബൽ വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും.
ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി ഇവിടെ ഫസ്റ്റ് മെയിനിന് മുന്നേ തന്നെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേൺ എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇൻറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡിക്ലറേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. അവിടെ വേരിയബിൾസ് ഒന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, വാല്യൂസ് ഒന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിക്ലറേഷൻ ഓൺലി, അവിടെ ഡിക്ലറേഷൻ മാത്രമേ നമ്മൾ കൊടുത്തു. ദെൻ ഇൻറ്റ് മെയിൻ നമ്മൾ ഓപ്പൺ ചെയ്തു. ജസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തു. അതിനുശേഷം എന്താ പ്രിന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റ് കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്തായിരിക്കും, ഇത് ആ കൗണ്ട് എന്നുള്ള വാല്യൂവിൽ 5 എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓൾറെഡി അത് എക്സ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറേജ് ക്ലാസ്സിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടല്ലോ ഒരു മെമ്മറി, എക്സ്റ്റേണിൻ്റെ ഫീച്ചേഴ്സ് ഉള്ള ഒരു മെമ്മറി അവിടെ ക്രിയേറ്റ് ആവും. ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏതൊരു വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇൻറ്റ് എ അല്ലെങ്കിൽ എക്സ്റ്റേൺ എ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണിൻ്റെ ഫീച്ചേഴ്സ് ഉള്ള ഒരു മെമ്മറി ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായി? ഓട്ടോ ഇൻറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോയുടെ ഫീച്ചേഴ്സ് ഉള്ള ഒരു മെമ്മറി ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് അതിനകത്ത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ എഴുതാം. ദെൻ സ്റ്റാറ്റിക്കിലോട്ട് പോകും. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് റിട്ടേൺസ് ദ വാല്യൂ ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ കോൾസ്. ഇതും ഫംഗ്ഷൻ കോൾസിനകത്താണ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാ സെഗ്മെന്റ്. ഇതും ഡാറ്റാ സെഗ്മെന്റിനകത്താണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഇത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ആണ് ഇതിൻ്റെ ലൈഫ് ടൈം. ദെൻ ഇനീഷ്യലൈസ്ഡ് വൺസ് ഓൺലി. സ്റ്റാറ്റിക് ഞാൻ മുന്നേ പറഞ്ഞു ഫിക്സഡ് ആണ്, ഒരു തവണയാണ് ഇത് ഇനീഷ്യലൈസ് ചെയ്യുക. ഡിഫോൾട്ട് ഈക്വൽ ടു 0 ഇഫ് ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി അസൈൻഡ്. നമ്മൾ പെർട്ടിക്കുലറായിട്ട് അസൈൻ ചെയ്തില്ലെങ്കിൽ അത് 0 ആയിട്ട് തന്നെയായിരിക്കും തുടക്കം കുറിക്കുക. ഓക്കെ, അതാണ് സ്റ്റാറ്റിക്. ഇതിന് സ്റ്റാറ്റിക്കിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇത് നോക്കി, ഹാഷിംഗ്ലോഡ് IO സ്ട്രീം ഡോട്ട് ടച്ച്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ, നമ്മൾ ഫംഗ്ഷനകത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, ഇൻറ്റ്, ഇവിടെ ഒരു കൗണ്ടിൻ്റെ പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്, ഇൻറ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാനിവിടെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതുകൊണ്ട് അത് 0 മുതൽ തുടങ്ങണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 0 എന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ട് ഒരെണ്ണം വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം 0 എന്ന് തുടങ്ങണം, 0 നിന്ന് നിങ്ങൾ കൗണ്ട് ഒരെണ്ണം ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയാം. ദെൻ പ്രിൻറ്റിനകത്ത് കൗണ്ട് കൗണ്ട്, എന്നിട്ട് അത് കൗണ്ട് ചെയ്യുക, അതായത് അത് പ്രിൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അതിനുശേഷം ഇൻറ്റ് മെയിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെമോ, അതായത് ഡെമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ്റെ പേരെന്താണ്, വേർഡ് ഡെമോ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇൻവോക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഇൻവോക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡെമോ എന്ന് പറഞ്ഞ് സെമിക്കോളൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോൾ ഇനീഷ്യലൈസേഷനായി. അപ്പോൾ അത് ഡെമോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൾ നേരെ വോയിഡ് ഡെമോയിലോട്ട് പോകും. നേരെ അവിടെ പോയി ചെക്ക് ചെയ്തു, സ്റ്റാറ്റിക് ഇൻറ്റ് ഫസ്റ്റിൽ കേട്ടോ, കോൾ 1-ൽ. ദെൻ സ്റ്റാറ്റിക് ഇൻറ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു 0 നമ്മൾ 0 എന്ന് തുടങ്ങണമെന്ന് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ദെൻ പ്രിൻറ്റ് കൗണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഔട്ട്പുട്ടായിട്ട് കൗണ്ട് ഈസ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇൻറ്റ് മെയിലിലോട്ട് പോയി. അപ്പോഴേക്കും കോൾ 2 അവിടെ കണ്ടു. വീണ്ടും ഡെമോ എന്ന് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അത് പ്രീവിയസ് ഡെമോ എന്നുള്ള ഫംഗ്ഷനിലോട്ട് തന്നെ പോകും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീവിയസ് വാല്യൂ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അവിടെ സേവ് ആയിട്ടുണ്ടാവും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അനദർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി കൗണ്ട് ഇൻക്രിമെൻ്റ് ആയതുകൊണ്ട് കൗണ്ട് 1 ആണ്. ഇപ്പോൾ കറൻ്റ്ലി കൗണ്ടിൻ്റെ വാല്യൂ 1 ആയിട്ടായിരിക്കും അത് കണക്കാക്കുക. 0 എന്ന് തുടങ്ങിയിട്ട് റിമൈനിങ് വരുന്ന നമ്പേഴ്സിനെ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. കൗണ്ട് ഞാൻ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 എന്ന് എനിക്ക് ആൻസർ കിട്ടും. ആ 2നെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കൗണ്ട് ഈസ് 2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും കോൾ 3 വന്നു, ഡെമോയ്ക്കകത്ത് വീണ്ടും ഞാൻ കോൾ കൊടുക്കുന്നു. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഇപ്പോൾ കറൻ്റ്ലി എന്താണ്, 2 എന്നാണ് കൗണ്ടിൻ്റെ വാല്യൂ. അത് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ 3 ആയി. ആ 3നെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇത് ഫംഗ്ഷനകത്താണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു കീവേഡ് മാത്രം കൊടുക്കുന്നത് ഓർത്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ. അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞു, ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് വേണം എന്നുള്ളൊരു കാര്യമൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുക. ഇഫ് ദ രജിസ്റ്റർ ഇപ്പോൾ അവിടെ അവൈലബിൾ അല്ല, അങ്ങനെ ഒരു മെമ്മറി സ്പേസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറിന് ആ സമയത്ത് വേണമെങ്കിൽ സ്റ്റാക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അഡ്രസ്സ് വേണം, ഒരു പെർട്ടിക്കുലർ വേരിയബിളിൻ്റെ അഡ്രസ്സ് വേണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആൻഡ് എന്ന് പറഞ്ഞാൽ ആംബ്രസിംഗ് സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അഡ്രസ്സിനെ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി ഒരു പ്രോഗ്രാമിൽ പറഞ്ഞില്ലേ, അതുപോലത്തെ കാര്യങ്ങളൊന്നും ഈ രജിസ്റ്റേഴ്സിനകത്ത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലൂപ്പ് കൗണ്ടേഴ്സ് ആണ്. അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യില്ലേ, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റേഴ്സ് ബേസിക്കലി ഉപയോഗിക്കുക. ദെൻ ഇതിനകത്ത് ചുമ്മാ ഒരു സാമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. വോയിഡിനകത്ത് ഫാസ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അത് ഓപ്പൺ ചെയ്തു, രജിസ്റ്റർ എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെമിക്കോളൻ കൊടുത്തു. ഓക്കെ, ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്, അതായത് കണ്ടിന്യൂസ്ലി പ്രിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ബ്രേസസ് ഓപ്പൺ ചെയ്തു, പ്രിൻറ്റ് എഫ് മോഡ് ഡി കോമ ഐ.
എന്ന് പറഞ്ഞാൽ ആ സാധനം, അതായത് ഇപ്പോൾ 0 മുതൽ 10 വരയ്ക്കും നമുക്ക് അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യാനാണ് അവർ പറയണത് കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ, അത് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു മെമ്മറിയിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമ്മളിപ്പോൾ പഠിച്ചല്ലോ സ്റ്റാക്ക്, ഡാറ്റ സെഗ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഡിഫറൻസ് ചോദിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണേ. അപ്പോൾ എന്താണ് സ്റ്റാക്ക്? അപ്പോൾ സ്റ്റാക്ക് നമ്മളിപ്പോൾ കുറച്ച് പഠിച്ചു. ഓട്ടോയും രജിസ്റ്റേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് സ്റ്റാക്ക്. ഓക്കെ, ഇത് ടെമ്പററി ആണ്, ഫാസ്റ്റ് അലോക്കേഷൻ ആണ്. ഡാറ്റ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക്കും എക്സ്റ്റേണും ആണ് ഡാറ്റ സെഗ്മെൻറ്റുകൾ യൂസ് ചെയ്യുക. പെർസിസ്റ്റൻറ്റ് സ്റ്റോറേജ് അൺടിൽ ദ പ്രോഗ്രാം എൻഡ്സ്, ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വரைക്കും അത് അവിടെ ഉണ്ടാവും. ദെൻ CPU രജിസ്റ്റർ എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ആ പേരിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ ആണ് ഇത് യൂസ് ചെയ്യുക, ഫാസ്റ്റസ്റ്റ് ആണ്, പിന്നെ ലിമിറ്റഡ് അവൈലബിലിറ്റി ഉള്ളൂ, കാരണം രജിസ്റ്റർ വളരെ ചെറിയ ചെറിയ സ്പേസുകളാണ്, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഹീപ്പ് എന്ന് പറയുന്നത് മലോക്ക് ആൻഡ് കലോക്ക് എന്ന് പറഞ്ഞാൽ അതും ഇതുപോലൊരു മെമ്മറി ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. സോ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു സ്റ്റോറേജ് ക്ലാസ്, അതിന് വേണ്ടി നമ്മൾ ഹീപ്പ് യൂസ് ചെയ്യുന്നു. ദെൻ ഇനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, യൂസ് ഓട്ടോ ഫോർ ഡിഫോൾട്ട് ലോക്കൽ വേരിയബിൾസ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ഓട്ടോ ആണ്, അത് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഫസ്റ്റ് ടോപ്പിക് ഓട്ടോ. അപ്പോൾ നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താലും അതല്ലെങ്കിൽ ഓട്ടോ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താലും ഒരേ കാര്യമാണ്. നമുക്ക് ഓട്ടോ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, ചുമ്മാ ഇൻറ്റ് ഇട്ട് കൊടുത്താലും അത് ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ദെൻ യൂസ് സ്റ്റാറ്റിക് വെൻ യു നീഡ് എ ലോക്കൽ വേരിയബിൾ ടു റിറ്റെയിൻ ഇറ്റ്സ് വാല്യൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ലോക്കൽ വേരിയബിളിന് അതിൻ്റെ വാല്യൂലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റാറ്റിക് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുക. എക്സ്റ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്ലോബൽ വേരിയബിൾ, അതായത് ആ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ആ വേരിയബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേൺ യൂസ് ചെയ്യുന്നു. രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫോർ പെർഫോമൻസ്, നല്ല ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ പക്ഷേ കമ്പൈലറിന് തീരുമാനിക്കാൻ നമുക്ക് ഏത് രജിസ്റ്റർ വേണോ അതോ സ്റ്റാക്ക് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് കമ്പൈലർ ആയിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സോ തിയറിയും പ്രോഗ്രാമും എല്ലാം ഒരുമിച്ച് പഠിക്കണം കേട്ടോ.